ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഖനിധാതു ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജസ്ഥാനിലെ കോട്ട ബുണ്ടി ഗ്രീൻഫീൽഡ് വിമാനത്താവള വികസനത്തിന് 1507 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി എൻഡിഎ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. INDI സഖ്യ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B. സുദർശൻ റെഡ്ഡി മത്സരിക്കും. കേരളത്തിൽ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മുംബൈയിലും കൊങ്കൺ മേഖലയിലും കനത്ത മഴ. തീരദേശ കർണാടക, ഗുജറാത്ത്, ഗോവ എന്നിവിടങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ എത്തുന്നതിന് രാജ്യത്തിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ട്രെയിനികളുമായി സംവദിക്കുകയായിരുന്നു ശ്രീമതി മുർമു. അഹിംസ, സമാധാനം, പരമ്പരാഗത ജ്ഞാനം തുടങ്ങിയ മൂല്യങ്ങൾ നിലനിർത്തണമെന്ന് ഓഫീസർ ട്രെയിനികളെ അഭിനന്ദിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ഗയയിൽ 6 വരി ആൻഡ് സിമാരിയ പാലം വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഗംഗാ നദിക്ക് കുറുകെ ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ളതാണ് പാലം. പറ്റ്ന ജില്ലയിലെ മൊകാമയെയും ബഗുസാരിയെയുമാണ് പാലം നേരിട്ട് ബന്ധിപ്പിക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ 3 തവണയും രാജ്യസഭ 1 തവണയും നിർത്തിവച്ചു. ബഹിരാകാശ സഞ്ചാരി ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുടെ നേട്ടം സംബന്ധിച്ച പ്രത്യേക ചർച്ച ഇന്നും ലോക്സഭയിൽ നടന്നു. വൈകുന്നേരം 4 മണിക്ക് സമ്മേളനം പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷ എംപിമാർ ബീഹാർ SIR വിഷയത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടുത്തളത്തിലിറങ്ങി. ബഹളത്തിനിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പ്രതിഷേധം ശക്തമായതോടെ നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 2025 ഖനിധാതു ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യത്ത് ധാതു പര്യവേക്ഷണത്തിന് ധനസഹായം നൽകുന്നതിനായി ദേശീയ ധാതു പര്യവേഷണ ട്രസ്റ്റ് സ്ഥാപിക്കാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പുതിയ ബില്ലിൽ ധാതുക്കളുടെ വിൽപ്പന പരിധി നീക്കിയിട്ടുണ്ട്. ഖനന മേഖലയിൽ നിലനിന്നിരുന്ന അഴിമതി ഇല്ലാതാക്കുന്നതിനായി MMDR നിയമത്തിൽ കാര്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയതായി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി പറഞ്ഞു. ധാതു മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഈ ഭേദഗതികളെന്ന് ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ കോട്ട ബുണ്ടിയിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം വികസിപ്പിക്കുന്നതിന് 1507 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഒഡീഷയിൽ 8307.74 കോടി രൂപ ചെലവിൽ 6 വരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 2014 तक मात्र 74 एयरपोर्ट्स थे भारत. इन 11 वर्षों में डबल से भी ज्यादा होके 162 ऑपरेशनल एयरपोर्ट्स हो गए और पैसेंजर्स हवाई यात्रा के माध्यम से जाने वाले जहां केवल 17 करोड़ के आसपास थे, 16.8 करोड़, वो आज 3 गुने ऑलमोस्ट 2.5 टाइम से ज्यादा 41 करोड़ से ज्यादा एयरपोर्ट में एयर ट्रैवल में पैसेंजर्स अभी हो गए. ഒഡീഷയിലെ 6 വരി പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കട്ടക്, ഭുവനേശ്വർ, ഖോർദ നഗരങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാകും. 74.43 ലക്ഷം പേർക്ക് നേരിട്ടും 93.04 ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 3 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് തുടക്കം. നാളെ മോസ്കോയിൽ നടക്കുന്ന ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 26ാമത് സമ്മേളനത്തിൽ ശ്രീ ജയശങ്കർ സഹ അധ്യക്ഷത വഹിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി CP രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും ചെയ്തു. വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിനം. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള INDI സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B. സുദർശൻ റെഡ്ഡിയെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. B. സുദർശൻ റെഡ്ഡി മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
Sudarshan Reddy is one of the India's most distinguished and progressive jurists, Chief Justice of Guwahati High Court and Judge of the Supreme Court. He has been a consistent and courageous champion of social, economic and political justice. BJP മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. കൊച്ചിയിൽ BJP സംസ്ഥാന നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ അധ്യക്ഷന്മാർ, മേഖലാ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേതൃയോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 17,000-ഓളം ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തതായും മന്ത്രി പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി ഇന്ത്യയിൽ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് ബഹിരാകാശ നിലയം, ഗഗൻയാൻ എന്നീ സുപ്രധാന ദൌത്യങ്ങളിൽ ശുഭാംശു ശുക്ലയുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വെല്ലുവിളികൾക്കിടയിലും ബഹിരാകാശ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണയാണ് ചന്ദ്രയാൻ 3ന്റെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് ശുഭാംശു ശുക്ല പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പര മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 125-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഇന്ത്യ ചൈന അതിർത്തി വിഷയവുമായി ബന്ധപ്പെട്ട 24ാമത് പ്രത്യേക പ്രതിനിധിതല ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 9 മാസമായി അതിർത്തിയിലെ സ്ഥിതി മെച്ചപ്പെട്ടതായി ശ്രീ ഡോവൽ പറഞ്ഞു. SCO ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. I'm very hopeful that, like the last one, this 24th Special Representative level talks would be equally successful. Our Prime Minister will be visiting for the SCO summit shortly, and therefore I think that this SR level talks assume a very special importance. മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിൽ ശക്തമായ മഴ. നന്ദേഡിൽ മേഘവിസ്ഫോടനത്തിൽ ഇതുവരെ 8 പേർ മരിച്ചു. ഹസ്നാൽ ഗ്രാമത്തിലെ 80% പ്രദേശത്തും വെള്ളം കയറി. വാഹന ഗതാഗതത്തെയും ട്രെയിൻ സർവീസുകളെയും മുംബൈ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളെയും മഴ സാരമായി ബാധിച്ചു. തീരദേശ കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ തുടങ്ങിയ ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കസാഖിസ്ഥാനിൽ നടക്കുന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ മനു ഭാകറിന് വെങ്കലം. മത്സരത്തിൽ കൊറിയൻ താരം 1ാമതും ചൈനീസ് താരം 2ാമതുമെത്തി. ടീമിനത്തിൽ മനു ഭാകർ, സുരുചി സിംഗ്, പലക് ഗുലിയ എന്നിവരടങ്ങുന്ന സംഘം വെങ്കല മെഡൽ നേടി. ഏഷ്യ കപ്പ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സംഘത്തെ സൂര്യകുമാർ യാദവ് നയിക്കും. ശുഭ്മാൻ ഗിൽ ആണ് വൈസ് ക്യാപ്റ്റൻ. BCCI ചീഫ് സെലക്ടർ അജിത് അഗാക്കറാണ് പ്രഖ്യാപനം നടത്തിയത്. മലയാളി താരം സഞ്ജു സാംസൺ, ജസ്പ്രീത് ബുംറ എന്നിവരും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിമിഷപ്രിയ കേസിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് സംഭാവനകൾ ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സേവ് നിമിഷപ്രിയ എന്ന പേരിൽ ബാങ്ക് അക്കൌണ്ട് വഴി 8.3 കോടി രൂപ സമാഹരിക്കുന്നതായി പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഖനിധാതു ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജസ്ഥാനിലെ കോട്ട, ബുണ്ടി ഗ്രീൻഫീൽഡ് വിമാനത്താവള വികസനത്തിന് 1507 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. INDI സഖ്യ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B. സുദർശൻ റെഡ്ഡി മത്സരിക്കും. കേരളത്തിൽ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മുംബൈയിലും കൊങ്കൺ മേഖലയിലും കനത്ത മഴ.
തീരദേശ കർണാടക, ഗുജറാത്ത്, ഗോവ എന്നിവിടങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.